ഒഴിവാക്കാനാകുമോ? കരിയറിന്റെ പല സമയത്തും നിങ്ങൾ അയാളെ മതിയായ കാരണങ്ങളില്ലാതെ തഴഞ്ഞിട്ടില്ലേ? ടീമിൽ എടുത്തിട്ടും പലരും ഫോമിലല്ലാതിരുന്നിട്ടും പലപ്പോഴും ഒരവസരം പോലും ലഭിക്കാതെ അയാൾ ഡഗൌട്ടിലിരിക്കുന്നത് ഞങ്ങൾ എത്ര കണ്ടിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് സഞ്ജു സാംസണെ കുറിച്ചാണ്. അഭ്യൂഹങ്ങൾക്കൊടുവിൽ ഏഷ്യ കപ്പിൽ UAEക്കെതിരായ മത്സരത്തിൽ സഞ്ജു ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. പക്ഷേ പുതിയ റോളിലാണെന്ന് മാത്രം. ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ ഉണ്ടാകുമോ എന്നായിരുന്നു ആദ്യത്തെ ആശങ്ക. ടീം പ്രഖ്യാപനം കഴിഞ്ഞതോടെ സഞ്ജു പ്ലേയിങ് 11ലേക്ക് എത്തുമോ എന്നായി ചോദ്യം. ഓപ്പണറും വൈസ് ക്യാപ്റ്റനുമായി ശുഭ്മാൻ ഗില്ല് ടീമിലേക്ക് എത്തിയതായിരുന്നു ആ ചോദ്യത്തിന് കാരണം. T20യിലെ മിന്നും ഫോമും KCLലെ തകർപ്പനടിയുമൊക്കെ സഞ്ജുവിന് അനുകൂല ഘടകമായി പലരും കണ്ടു. എന്നാൽ UAEക്കെതിരായ മത്സരത്തലേന്നത്തെ പ്രാക്ടീസ് സെക്ഷനിൽ സഞ്ജു ബാറ്റ് ചെയ്തതേയില്ല. ബാറ്റിംഗ് പ്രാക്ടീസിനായി സഞ്ജു എത്തിയെങ്കിലും ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും തുടങ്ങി ജിതേഷ് ശർമ്മ വരെ ബാറ്റിംഗ് പരിശീലനം നടത്തി. ഇതോടെ സഞ്ജുവിന് പകരം ജിതേഷ് ശർമ്മ ടീമിലെത്തുമെന്ന അഭ്യൂഹം പരന്നു. പക്ഷേ പ്ലേയിങ് 11 വന്നപ്പോൾ ജിതേഷ് ഔട്ട്, സഞ്ജു ഇൻ. ഇന്ത്യ ടോസ് നേടിയപ്പോൾ ആദ്യം ബാറ്റ് ചെയ്യണമെന്ന് മലയാളികൾ ആഗ്രഹിച്ചത് സഞ്ജുവിൻ്റെ വെടിക്കെട്ട് കാണാനാണ്. പക്ഷേ ഇന്ത്യ ബൗളിംഗ് തിരഞ്ഞെടുത്തു. എന്നാൽ വിക്കറ്റിനു പിന്നിലുണ്ടായിരുന്ന സഞ്ജു കാണികളെ നിരാശപ്പെടുത്തിയില്ല. വിക്കറ്റിനു പിന്നിൽ 2 ക്യാച്ചുകൾ, അതിലൊന്ന് നല്ല കിടിലൻ ഡൈവിംഗ് ക്യാച്ച്. ലെഗ് സ്റ്റംപിന് പുറത്തുപോയ ജസ്പ്രീത് ബുംറയുടെ പന്ത് ബൗണ്ടറി പോകാതെ തടുത്തിട്ടും കയ്യടി നേടി. മനസാന്നിധ്യം കൊണ്ട് UAE താരം ജുനൈദ് സിദ്ദീഖിനെ സഞ്ജു വിക്കറ്റിനു പിന്നിൽ നിന്ന് എറിഞ്ഞിട്ടെങ്കിലും ഇന്ത്യ പിന്നീട് ഈ അപ്പീൽ പിൻവലിച്ചു. ചെറിയ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യക്കായി ഓപ്പൺ ചെയ്തത് അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും. സഞ്ജു ഏഷ്യ കപ്പിൽ ഓപ്പണറാകില്ലെന്ന് വ്യക്തമായ നിമിഷം. ഒരു വിക്കറ്റ് വീണപ്പോൾ ക്രീസിലെത്തിയതാകട്ടെ നായകൻ സൂര്യകുമാർ യാദവും. ഇവർ അനായാസം ടീമിനെ ജയിപ്പിച്ചു. മത്സരത്തിന് പിന്നാലെ ഉയർന്ന പ്രധാന ചോദ്യം ഈ 11ൽ സഞ്ജു എവിടെ കളിക്കുമെന്നാണ്. ഓപ്പണർമാരായി T20 ലോക 1-ാം നമ്പർ താരം അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും, പിന്നാലെ തിലക് വർമ്മയും സൂര്യകുമാർ യാദവും, പിന്നീടുള്ളത് ഹർദിക് പാണ്ഡ്യയും ഒപ്പം ശിവം ദുബെയും. ഇതിനിടയിൽ സഞ്ജു സാംസൺ എവിടെ ബാറ്റ് ചെയ്യാനാണ്? സഞ്ജു എത്തുന്നത് 5-ാം നമ്പറുകാരനായാകും. 5-ാം നമ്പർ എന്ന പൊസിഷനിൽ എത്ര കണ്ട് ശോഭിക്കാനാകുമെന്ന് സംശയമാണ്. ഓപ്പണറായി ഇറങ്ങിയ കഴിഞ്ഞ 12 മത്സരങ്ങളിൽ 3 സെഞ്ചുറികൾ നേടിയ സഞ്ജുവിനെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത് ശുഭ്മാൻ ഗില്ലിന് വേണ്ടിയാണ്. T20യിൽ ഗിൽ ഇതുവരെ ഓപ്പണിംഗ് റോളിലല്ലാതെ കളിച്ചിട്ടില്ല. സഞ്ജു ആകട്ടെ ടോപ്പ് ഓർഡറിൽ മാത്രമേ മികവ് തെളിയിച്ചിട്ടുമുള്ളൂ. സഞ്ജുവിനെ ടോപ്പ് ഓർഡറിൽ കളിപ്പിക്കണമെന്ന ആവശ്യം മുൻ താരങ്ങളടക്കം ഉയർത്തിക്കഴിഞ്ഞു. ഒരു പ്രൊഫഷണൽ ബാറ്റർ ഏത് പൊസിഷനിലും കളിക്കാൻ തയ്യാറായിരിക്കണം, സത്യമാണ്. പക്ഷേ ഇവിടെ ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന സഞ്ജു സാംസണ് തൻ്റെ ഓപ്പണിംഗ് സ്ലോട്ടിൽ നിന്ന് മാറേണ്ടി വന്നത് ഒരു സ്റ്റാർ താരത്തിൻ്റെ തിരിച്ചുവരവ് കൊണ്ട് മാത്രമാണ്. ഇതിനെ എത്ര കണ്ട് നീതീകരിക്കാനാകുമെന്നറിയില്ല. എന്തായാലും ഏറെ കളിച്ച് പരിചയമില്ലാത്ത, ഏറെ തിളങ്ങിയിട്ടില്ലാത്ത 5-ാം നമ്പർ സ്പോട്ട് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദമുള്ളതാകും. ഒരുപക്ഷെ മികച്ച രീതിയിൽ കളിക്കാനായില്ലെങ്കിൽ അത് ടീമിലെ തൻ്റെ സ്ഥാനത്തെ തന്നെ ബാധിക്കും. എന്തായാലും ഏഷ്യ കപ്പ് സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ആ യോർക്കർ കൂടി മികച്ച ഷോട്ടിലൂടെ സിക്സർ പായിച്ച് സഞ്ജു തൻ്റെ ടീമിലെ സാന്നിധ്യം ഉറപ്പാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.